ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്രിപ്പൊന്നല്ല, ഈ ഞായറാഴ്ച ഒരു ചെറിയ പണിയുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിക്ക് അഡ്വഞ്ചർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നത് നമ്മളിപ്പോൾ അഴീക്കൽ ഭാഗത്തുള്ള. അപ്പോൾ നീരജേട്ടൻ അവിടെ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി വണ്ടിയുടെ ഹെഡ്ലൈറ്റൊക്കെ റിമൂവ് ആക്കി, വയറിങ് മാത്രമേ പുറത്തേക്ക് കാണുള്ളൂ. അപ്പോൾ ആ ക്ലാമ്പ് അവിടെ ഫിറ്റാക്കുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ടാങ്കിൻ്റെ മുന്നേ ഭാഗത്ത് ഒരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് റിമൂവ് ആക്കിയിട്ടാണ് അവിടെ ഒരു ചെറിയ ക്ലാമ്പ് ഫിറ്റാക്കണം. എന്നിട്ട് ഈ കാണുന്ന ക്ലാമ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് T ഷേപ്പിലുള്ള ക്ലാമ്പ് ഹെഡ്ലൈറ്റ് ഫിറ്റാക്കണം കേട്ടോ. ഓട്ടോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് കേട്ടോ ഓർഡർ ചെയ്തത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നീരജോട്ടെ ഇവിടെ ഇൻഡിക്കേറ്റർ സെറ്റാക്കുന്നുണ്ട്. മീറ്ററിൻ്റെ ആ ഫ്ലെയിമിൽ ഇൻഡിക്കേറ്റർ സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് ആ മീറ്ററും സെറ്റാക്കണം. അപ്പോൾ തേസാട്ടൻ ആ 2 ക്ലാമ്പ് അവിടെ സെറ്റാക്കി കേട്ടോ. പിന്നെ അവിടെയൊക്കെ മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പ് ജോയിൻ്റ് ആക്കണം. 10ൻ്റെ ബോൾട്ട് നട്ടുവിട്ടിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ആ ബാക്കിലത്തെ കവറ് ആവശ്യമില്ല കേട്ടോ. ഇനി ക്ലാമ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ഇത് വെക്കാനുണ്ടല്ലോ. ഇത് വേണം അടാ ഒന്ന്. ഈ ഹെഡ്ലൈൻ്റെ ഇടയിൽ ആ കൊക്ക് അങ്ങോട്ട് ഫെൻഡറെന്നാ പറയാം, അത് ഫിറ്റാക്കണം. അപ്പോൾ നീരജൂട്ടൻ സൈഡ് 2 പാനൽ ഫിറ്റാക്കുന്നുണ്ട് കേട്ടോ. ആ ക്രാഷ് ഗാർഡുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. ക്രാഷ് ഗാർഡ് പണിയായിരുന്നു. ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്തെല്ലാം 3Mൻ്റെ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ നീരജിൻ്റെ ഇൻസ്റ്റാഗ്രാം ID അവൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, Dominar കിട്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. എന്തെല്ലോ തട്ടിക്കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ചെറിയൊരു സ്ക്രാച്ചെല്ലാം ആയിട്ടുണ്ട്. ആ ക്രാഷ് കാർഡ് കൊണ്ടിട്ട് ക്രാഷ് കാർഡ് റിമൂവ് ആക്കുന്നത് നല്ലത്. അപ്പോൾ അപ്പുറത്തെ ഓൾറെഡി സെറ്റായി. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതും കുറച്ച് പണിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ. അപ്പോൾ 2 സൈഡ് സെറ്റാക്കി ബോൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നീരജ് അവിടെ വെയിലായതുകൊണ്ട് വണ്ടി അവിടെ മാറ്റുന്നുണ്ട് കേട്ടോ. അടിയും മേലും എല്ലാം ഉണ്ടോ? അങ്ങനെ പണി ഏകദേശം കഴിയാനായി. 2 കാബിൾ ഫിറ്റാക്കുന്നുണ്ട്. ഇനി ആ മീറ്റർ ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രണ്ട് വൈസറും ഒന്ന് ഇൻസ്റ്റാൾ ആക്കണം കേട്ടോ. അതോടെ വർക്ക് കംപ്ലീറ്റ് ആയി. അങ്ങനെ ഫൈനൽ വർക്കാണ് നമ്മൾ നീരജൂട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈസറിൻ്റെ സ്ക്രൂ ടൈറ്റ് ആക്കുന്നുണ്ട്. വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. എന്നെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം. എവിടെയെങ്കിലും വൈബ്രേഷനോ കുലുക്കോ എന്തെന്നുണ്ടോ നോക്കണം. ഞങ്ങളിപ്പോൾ ചാൽബീച്ചിലാണുള്ളത്. വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് പ്രശ്നമൊന്നുമില്ല, ഇവിടെ കുലുക്കൊന്നുമില്ല. ആ വൈസറിൻ്റെ ഭാഗം ചെറുങ്ങനെ കുലുങ്ങുന്നുണ്ട്. അത് സ്റ്റെബിലൈസർ ബാർ ഇല്ലാത്തതുകൊണ്ടാണ്. സ്റ്റെബിലൈസർ ബാർ ഇൻസ്റ്റാളാക്കാൻ പറ്റില്ല, ഹാൻഡിൽ ബാറിന് ഫിറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് പറയാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.